ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ തന്നെ ഉള്ളൊരു ആഞ്ജനേയ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, ബാൻസ്വാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹനുമാൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പം കുറേ വർഷം പഴക്കമുള്ള, ഏകദേശം ഒരു 150 കൊല്ലമൊക്കെ വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോണത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ആയിട്ടൊരു അയ്യപ്പസ്വാമി ടെമ്പിളും ഉണ്ട് കേട്ടോ. അവിടേക്ക് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ ആഞ്ജനേയ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ദൊഡ്ഡ ബാൻസ്വാടി എന്നാണ് കേട്ടോ. അപ്പോൾ ദൊഡ്ഡ ബാൻസ്വാടി ആഞ്ജനേയ ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏകദേശം ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടോ. ഈ അമ്പലം രൂപകൽപ്പന ചെയ്തേക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ ശില്പിയായ, ബാംഗ്ലൂരിൻ്റെ കെമ്പഗൗഡ എന്ന് പറഞ്ഞിട്ടൊരു പ്രശസ്തനായിട്ടൊരു ആളാണല്ലോ ബാംഗ്ലൂരിൻ്റെ രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹമാണ് ഈ അമ്പലം രൂപകൽപ്പന ചെയ്തേക്കുന്നത്. ഈ ബാൻസ്വാടി എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് ഒരു തിരക്കുള്ളൊരു പ്രദേശമാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടോ. അപ്പം മുന്നിലെത്തി നമ്മളിപ്പം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് ജസ്റ്റ് തൊട്ട് മുന്നേ അവിടെ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ആ വഴിയരികിൽ 2 വശവും ഇങ്ങനെ എന്താ പറയുക, പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് അവിടെ കൊടുക്കാനാവശ്യമായിട്ടുള്ള നെയ്യ്, മാല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിറയെ കുട്ടി കടകളുണ്ട് കേട്ടോ. പിന്നെ ഹനുമാൻ സ്വാമി ആയതുകൊണ്ട് വെറ്റില മാല ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പൂജാവശ്യങ്ങൾക്കായിട്ടുള്ള വിൽക്കുന്ന കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഗോപുരം. അപ്പം നമ്മളവിടെ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് ഒരു വെറ്റില മാലയൊക്കെ മേടിച്ച് ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ്. ആ ബോർഡ് കണ്ടില്ല, ശ്രീ ആഞ്ജനേയ സ്വാമി ടെമ്പിൾ. ഇതുപോലെ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകണം കേട്ടോ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ പുറത്തെ ഒരു ഭാഗം കാണാം. അതിൻ്റെ ആ ഗോപുരത്തിൻ്റെയൊക്കെ ഒരു ശൈലി കണ്ടില്ലേ, ആ ഗോപുരത്തിൻ്റെയൊക്കെ ഒരു ശൈലി ഒരു ദ്രവീഡിയൻ ആർക്കിടെക്ചറാണ് കേട്ടോ. അതായത് ദ്രാവിഡ ശൈലിയിലുള്ള അതേ മാതൃകയിലുള്ള ഗോപുരങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പം ഇവിടെ അതിന് ക്ഷേത്രത്തിന് മുന്നിലായിട്ട് തന്നെ ഏറ്റവും പുറത്തല്ല കേട്ടോ ക്ഷേത്രം, നമ്മൾ ആ ഗോപുരം കടന്ന വശം തന്നെ വലിയൊരു ആൽമരം കാണാം. ഇവിടെ നമുക്ക് കൈയും കാലും ഒക്കെ കഴുകാനായിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ നടക്കുകയാണ് അമ്പലത്തിലേക്ക്. ഇതാണ് കേട്ടോ അമ്പലം. ഇതിലെടുക്കാൻ പറ്റുമോ അറിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ തൊഴാനായിട്ട്. അപ്പോൾ ഇതേവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വഴിപാട് ഷീട്ടാക്കണമെങ്കിൽ ഷീട്ടാക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ തൊഴുതു. ഏറ്റവും ഉള്ളിലാണ് ഹനുമാൻ സ്വാമി, പിന്നെ ശ്രീരാമൻ, ശിവൻ, പിന്നെ ഗണപതി, അങ്ങനെ കുറേ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ തൊഴുന്നത്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ കൂടെയാണ് ഗേറ്റ്, സൈഡിൽ കൂടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ ഇതുപോലെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയൊരു കൊടിമരം മാതിരി ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് നമ്മൾ ഏറ്റവും ഉള്ളിലെടുക്കാൻ പറ്റിയില്ല കേട്ടോ, അത് എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല തിരക്കായിരുന്നു ഉള്ളിൽ. അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിങ്ങനെ തൊഴുത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രസാദം കിട്ടും കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ വലിയ പാത്രത്തിൽ അവരെല്ലാവർക്കും വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇല കൊണ്ടുണ്ടാക്കി, കർണാടകത്തിലൊക്കെ അതൊരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, ആ ഇല പോലെ ഒരു പാത്രം. അപ്പോൾ അതിൽ എല്ലാവർക്കും ഇങ്ങനെ പ്രസാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിച്ചു പ്രസാദം. ഇവിടൊക്കെ ഉള്ളിൽ, ഇത് ഒരു ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലത്താട്ടോ, ഏറ്റവും ഉള്ളിലല്ല, അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടെ ഇതുപോലെ ഇങ്ങനെ നിറയെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ആ പ്രസാദമൊക്കെ കഴിക്കുകയാണ്. ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം തന്നെ 4 അടി ഉയരത്തിലുള്ള വിഗ്രഹമാണ് കേട്ടോ, വലിയൊരു വിഗ്രഹമാണ് ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഹനുമാൻ ജയന്തി ദിനത്തിൽ ബാൻസവാടിയിൽ ഹനുമാൻ്റെ കാർത്തിക മഹോത്സവം വളരെ വിപുലമായിട്ടാണ് കേട്ടോ ആഘോഷിക്കുന്നത്. ഈ സമയത്ത് ക്ഷേത്രം ദീപാലങ്കാരങ്ങളാലും പുഷ്പങ്ങളാലും ഒക്കെ അലങ്കരിച്ച് നല്ല രീതിയിലാണ് അവിടുത്തെ ഉത്സവമായിട്ടാണ് അത് ആഘോഷിക്കുന്നത്. നവരാത്രി ആഘോഷങ്ങളിലും ഭഗവാന് പ്രത്യേക പൂജയും രഥയാത്രയൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ശനിയാഴ്ചയാണ് ഇവിടെ നിരവധി ഭക്തന്മാർ, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും തിരക്കുള്ള ദിവസം ശനിയാഴ്ചയാണ്.
വീര ആഞ്ജനേയ സ്വാമി എന്നാണ് കേട്ടോ പറയണത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്ന ഹനുമാൻ ജയന്തി ദിനത്തിൽ ഹനുമാൻ്റെ വിഗ്രഹം കണ്ണീർ പൊഴിക്കുന്നത് വളരെ അപൂർവമായ ഒരു പ്രതിഭാസമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ ആ പ്രസാദമൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ആ പുറത്ത് ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇരിക്കാനായിട്ട് കുറേ സീറ്റുകളുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ആൾക്കാർ ആ പ്രസാദം കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ ആൽമരം ഉള്ളത്. വലിയൊരു ആൽമരമാണ് കേട്ടോ, നല്ല വീതിയുള്ള, അത്രയും വർഷം പഴക്കമുണ്ടാവും ആ ആൽമരത്തിന്. അപ്പം നമ്മളവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഹനുമാൻ സ്വാമിയെ കൂടാണ്ട് ഗണപതി, ശിവൻ, ശ്രീരാമൻ അങ്ങനെയുള്ള പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ തൊഴുത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇതാണ് പുറത്തേക്കുള്ള വഴിയും ഗോപുരമൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അമ്പലമായിരുന്നു അത്, തൊട്ട വാൻസവാടി ആഞ്ജനേയ ക്ഷേത്രം. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ശാന്തത നിറഞ്ഞൊരു, അത്യാവശ്യം കുറച്ചൊക്കെ തിരക്കുണ്ടെങ്കിലും നല്ലൊരു ശാന്തത. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു ശാന്തത നിറഞ്ഞു, നല്ലൊരു നിശബ്ദമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു, അവിടെ വന്നിന് പ്രസാദം കഴിച്ചു, പുറത്തിറങ്ങണു. അങ്ങനെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ലൊരു അമ്പലമായിരുന്നു. അപ്പം നമ്മൾ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകാൻ പോണത് ഇവിടുന്ന് ഈ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയിട്ടൊരു അയ്യപ്പ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ആ അയ്യപ്പ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളൊരു ഓട്ടോറിക്ഷയാണ് വിളിച്ചത്. അപ്പോൾ ഊബർ ഓട്ടോ വിളിച്ച് നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ. അവിടെ ഞങ്ങൾ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം വരുമ്പോൾ അവിടെ പോകാറുണ്ട് അയ്യപ്പ ടെമ്പിളിൽ. ഇതാണ് അയ്യപ്പ ടെമ്പിൾ. ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിലെത്തിയൊരു ഫീലിംഗാണ് കേട്ടോ. എല്ലാവരും മലയാളികളാണ്. അവിടുത്തെ പൂജാരിമാരും അതുപോലെ ഷീട്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരും കൗണ്ടറിലൊക്കെ എല്ലാവരും മലയാളികളാണ് കേട്ടോ. ഇവിടെ നമ്മൾ 3-4 വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിലായിട്ടൊരു കണിക്കൊന്നയുടെ ഒരു മരമുണ്ട് കേട്ടോ. അതെപ്പോൾ വന്നാലും പൂവുണ്ടാവും. ഇപ്രാവശ്യം ഇപ്പം നമുക്കിപ്പോൾ ജൂൺ ജൂലൈ മാസമല്ലേ, ഇപ്പോൾ വന്നപ്പോഴും അത് കണിക്കൊന്ന നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. അതൊരു അത്ഭുതമാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് അയ്യപ്പൻ ആണ് മെയിൻ പ്രതിഷ്ഠ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ അമ്പലം വിഷ്ണുവും ശിവനും ഉണ്ട്. പിന്നെ ഗണപതി, മുരുകൻ, അങ്ങനെ ഭഗവതി, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ശരിക്കും കേരളത്തിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. മറ്റേടത്ത് പിന്നെ പൂജാരിമാരൊക്കെ, ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരിമാരൊക്കെ എനിക്കൊന്ന് കന്നഡ അങ്ങനെയുള്ള ആൾക്കാർ. ഇവിടെ ശരിക്കും മലയാളികൾ തന്നെയാണ് കേട്ടോ. ഷീട്ടാക്കാൻ കൗണ്ടറിലൊക്കെ മലയാളികളാണ്, വരുന്നവരും മലയാളികളാണ് കേട്ടോ കൂടുതൽ. ഇവിടെ പ്രധാനമായിട്ടും ശബരിമല പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ കെട്ട് നിറയ്ക്കും. ബാംഗ്ലൂരുള്ള ആൾക്കാരൊക്കെ ഇവിടെ കെട്ട് നിറയ്ക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെ വേറൊരു അമ്പലമുണ്ട് കേട്ടോ. അത് പിന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു ഏകദേശം ഒരു 500 മീറ്ററേ ഉള്ളൂ ഈ അയ്യപ്പാട്ടമ്പള്ളിയിൽ നിന്ന്. അമ്പലത്തിൻ്റെ പേര് പഞ്ചമുഖ ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. ഇതൊരു കുഞ്ഞൊരമ്പലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരാറുണ്ട്. അവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും വരാറുണ്ട്. അപ്പം അതൊരു കുഞ്ഞമ്പലമായിട്ട്, ഒരു കുട്ടി അമ്പലം, പക്ഷേ വലിയ വിഗ്രഹമായിട്ട് ഗണപതിയുടെ പഞ്ചമുഖ ഗണപതി വിഗ്രഹമായിട്ട് നല്ല രസമുണ്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ രാത്രി സമയമായതുകൊണ്ട് ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ MTRൻ്റെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടേക്കാണ് വന്നത്. ഇത് കുറേ വർഷം MTR ഇവിടെ കർണാടകത്തിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഫുഡ് പറഞ്ഞു. ഇതൊരു മിനി ടിഫിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. മിനി ടിഫിനാണോ എന്താണെന്നറിയില്ല, മിനി ടിഫിൻ പോലെ സെറ്റായിട്ട് കേസരി ഉണ്ട്, പിന്നെ കാരാബാത്ത് ഉണ്ട്, പിന്നെ ബിസി ബലേബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് ബോണ്ട സൂപ്പ്, അത് സെൻട്രലിൽ ഇരിക്കുന്ന ബോണ്ട സൂപ്പാണ് കേട്ടോ. അതിങ്ങനെ ഒരു സൂപ്പ് മാതിരി, അതിൻ്റെ ഉള്ളിൽ ഒരു ബോണ്ട അങ്ങനെ. പിന്നെ ചട്നി, സാമ്പാർ, പിന്നെ മസാല ദോശയുണ്ട്, അതിൻ്റെ കൂടെ കോഫി ഉണ്ട് ഫ്രീ. അങ്ങനെ ഒരു മിനി ടിഫിൻ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ നീർദോശ പറഞ്ഞു കേട്ടോ. നീർദോശയും അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നീർദോശയ്ക്കൊരു പ്രത്യേക ഒരു സൈഡ് ഡിഷായിരുന്നു. നമ്മളിവിടെ കോക്കനട്ട്, സ്വീറ്റ് കോക്കനട്ടാണത്. പക്ഷേ അത് ഇങ്ങനെ നമ്മൾ നാളികേരം വിളയിച്ച മാതിരി അങ്ങനെ ഒരു പഞ്ചസാര ഇട്ടിട്ട്, ശർക്കരയല്ല പഞ്ചസാരയും നാളികേരം കൂടി ഇട്ട് വിളയിച്ച മാതിരിയുള്ളൊരു സ്വീറ്റ് ഡിഷും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആ ഹോട്ടലിൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ മുൻവശത്ത് കുറച്ച് MTRൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേമാതിരി സ്വീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനിയിപ്പം വണ്ടി വിളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ആഞ്ജനേയ സ്വാമി ടെമ്പിൾ, അയ്യപ്പ ടെമ്പിൾ, അതുമാതിരി ഗണപതി ടെമ്പിളിലൊക്കെ നമ്മൾ പോയി സുഖമായിട്ട് ദർശനം നടത്തി. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്മകൾ വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.